ദുബൈയിലെ ബർദുബൈയിൽ ദുബൈയുടെ ചരിത്രത്തോളം പാരമ്പര്യമുള്ള ഒരു സമൂസക്കടയുണ്ട്. ഒരു മലപ്പുറത്തുകാരൻ്റെ കട. തലമുറ 3 കഴിഞ്ഞെങ്കിലും അറബികൾക്ക് ഇപ്പോഴും ഇവിടുത്തെ സമൂസ ഇല്ലാതെ റമദാനില്ല. ദുബൈ ക്രീക്കിൻ്റെ മറുകരയിലെ ദേരയിൽ നിന്ന് ബർദുബൈയിലേക്ക് വരുന്ന അബ്രകളാണ്. ചെറിയ ചെറിയ തടിവഞ്ചികൾ. അതിൽ നിറയെ ആളുകളുണ്ട്. നാടു കാണാനെത്തിയവരും ജോലി കഴിഞ്ഞവരും എല്ലാം. ബർദുബൈയിലെ ഗ്രാൻഡ് സൂക്കിൽ ഇവ നങ്കൂരമിടുന്നു. ആളുകൾ തിരക്കിട്ട് അവരവരുടെ തിരക്കിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ദുബൈയിലെ ഏറ്റവും പഴക്കം ചെന്ന യാത്രാ റൂട്ടുകളിലൊന്നാണ് ദേരയ്ക്കും ബർദുബൈക്കും ഇടയിലുള്ളത്. ആ യാത്രയുടെ തനിമയ്ക്ക് ഇന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പണ്ടുകാലത്ത് കച്ചവടക്കാരായിരുന്നു യാത്രികരിലെ സിംഹഭാഗവുമെങ്കിൽ ഇന്നത് ടൂറിസ്റ്റുകളാണ്, അത്രമാത്രം. അബ്രകളിറങ്ങി അവർ ബർദുബൈയിലെ ഗ്രാൻഡ് സൂക്കിലേക്ക് പ്രവേശിക്കുന്നു. പൗരാണികതയുടെ എല്ലാ അലങ്കാരങ്ങളും നിറഞ്ഞ തെരുവാണത്. റാന്തൽ വിളക്കുകൾ കത്തിച്ചു വെച്ച പഴമയുടെ ആഢ്യത്വം തുളുമ്പുന്നൊരിടം. തെരുവിൽ വഴിവാണിഭമുണ്ട്, ആളുകളുടെ ബഹളമുണ്ട്. ഈ തെരുവിലൂടെ കുറച്ചൊന്നു നടന്നാൽ ബർദുബൈയിലെ ഏറ്റവും പ്രിയപ്പെട്ട സമൂസ ഗല്ലിയിലെത്തും. അവിടെ ചുറ്റിയടിക്കുന്ന സമൂസയുടെ മണമില്ലേ, അതുകൊണ്ടാണ് ആ ഗല്ലിക്ക് അങ്ങനെ ഒരു പേര് വീണത്. ഈ UAE എന്ന രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടുന്ന് അടിച്ചു കയറി വന്നൊരു മണമാണിത്, ഈ സമൂസ. ഒരു ദിവസം 35,000-ലേറെ സമൂസ വെക്കുന്ന ഒരു കട അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്, ബർദുബൈ. 1968 നമ്മൾ കട ഓപ്പണിങ്. അന്ന് ദുബൈയിൽ വന്നിട്ട് ആദ്യമായിട്ട് സമൂസ നിർമ്മിച്ചവരാണ്. 42 വർഷം ഇവിടെയുള്ള തപ്പാക്ക്. രണ്ടാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ വീതിയുള്ളൊരു വഴിയാണ് സമൂസ ഗലിയിലേത്. എന്നാൽ അവിടെ നടക്കുന്ന പൊടിപാറുന്ന കച്ചവടത്തിന് ഈ ഞെരുക്കങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഇവിടെ നിന്ന് വിറ്റുപോകുന്നത് 10,000-കണക്കിന് സമൂസകൾ. എല്ലാ നാട്ടുകാരും ഇവിടെ വന്നിട്ടാണ് വാങ്ങുക. ഇവിടെ ഫുള്ള് ഡെലിവറികളാണ് നമ്മൾ. പിന്നെ പച്ച സമൂസയാണ്, അതായത് 200 പീസ് 100 ദിർഹംസ് പച്ച സമൂസക്ക്. എല്ലാ അല്ലൈന്, അബുദാബി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മളൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വണ്ടിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുകൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഇന്ത്യക്കാരൻ്റെ വിഭവമായ സമൂസയുടെ പെരുമ അറബ് നാട്ടിലെത്തിച്ചത് ഹമദ് ഖൽഫാൻ അൽ ദലീൽ എന്നൊരു കടയാണ്. UAE എന്ന രാജ്യമുണ്ടായ 1971 3 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ കട. പത്തേമാരിയിൽ ദുബൈയിലെത്തിയ മലപ്പുറം തിരൂരുകാരൻ ബാപ്പുട്ടി ഹാജിയും ഇമാറാത്തി ഹമദ് ഖൽഫാൻ അൽ ദലീലിയും തമ്മിലുണ്ടായ സ്നേഹവിശ്വാസങ്ങളുടെ കഥ കൂടിയുണ്ട് ഈ കടക്ക് പിന്നിൽ. ഹാജിയുടെ കടയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഹമദ് ഖൽഫാൻ. 71 UAE രൂപവൽക്കരിച്ചപ്പോൾ സൗഹൃദത്തിൻ്റെ പുറത്ത് ഇമാറാത്തിയുടെ പേരിൽ ലൈസൻസിനായി അപേക്ഷിച്ചു. അതിൻ്റെ ആദരസൂചകമായി കടക്ക് ഹമദിൻ്റെ തന്നെ പേരുമിട്ടു. അതായത് ഒരു അറബി തുടങ്ങി വെച്ച സ്ഥാപനമാണ്. അതൊരു നമ്മൾ നാട്ടുകാർ ഏറ്റെടുത്തതാണ്. ഏറ്റവും വലിയ ബന്ധങ്ങളായിരുന്നു അന്ന് അവർ. അന്ന് ഇവിടെ ഈ സമൂസക്കായിട്ട് മാത്രമേ അന്ന് ഇവിടെ മദ്രസകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മദ്രസകളൊന്നും ഇല്ല ഇവിടെ ഇല്ല, സന്തക്ക് ഭാഗങ്ങളിൽ. അന്ന് അവരൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് അവരിപ്പോഴും വരുന്നുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ വന്ന് കഴിച്ചിരുന്നു പറഞ്ഞിട്ട് 10-60 വയസ്സായവർ ഇപ്പോഴും ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് അവരെ ചെറുപ്പത്തിലെ കഥകൾ. ഞങ്ങൾ വരും, ഇവിടുന്ന് സമൂസ എടുത്ത് ഓടും, അങ്ങനെയുള്ള കഥകൾ. ഇന്നും അറബികളുടെ ഇഷ്ട ഭക്ഷണശാലയാണ് ഹമദ് ഖൽഫാൻ അൽ ദലീലി. سمبوسه نعم ايوه دائما نحن ناخذ سمبوسه عندهم لان احسن وعد سمبوسه في اماره دبي هذا المكان بالنسبه لنا نحن، ولكن الناس ذواق ونحن ذوقنا على هذا المكان. نجي من مكان بعيد وناخذ السمبوسه مثل ما شفت ما شاء الله. اي نعم. പല ദേശക്കാരും എത്തുന്നുണ്ട് ഇവിടെ. എല്ലാവർക്കും ഇവിടുത്തെ രുചിയെക്കുറിച്ച് 1000 നാവാണ്. Как сказать, блюдо. Сейчас скажу, можно по-русски? Очень вкусно, спасибо большое. So cool, tasty, so cool. I come here every day. It's Ramadan, so I make this. Thank you. Yes. ചിലർക്ക് ഈ ഗല്ലിയിലെത്തി എന്തെങ്കിലും പലഹാരം വാങ്ങി തിരിച്ചു പോയില്ലെങ്കിൽ അങ്ങ് ശരിയാകില്ല. അതിലേറെയും മലയാളികളാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഈ ഒരു ആംബിയൻസ് ആണ്. വൈകുന്നേരം ഇവിടെ വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ എപ്പം ടെമ്പിളിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നൊരു പക്കോട വാങ്ങിച്ചിട്ട് പോകണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. വെറുതെ ഉണ്ടായതല്ല ഈ ഗല്ലിയിലെ രുചിക്കൂട്ട്. അതിനൊരു രഹസ്യമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു ഇവിടുത്തെ ചീഫ് കുക്കായ തിരൂരുകാരൻ മുസ്തഫക്ക. വിട്ടുപറയാത്ത രുചിരഹസ്യത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. ഞാൻ വന്നപ്പോൾ കോഴിക്കോട്ടുകാരനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ഒരു ഉസ്താദായിട്ട്. ഇവരിപ്പോൾ മരിച്ച് മൂപ്പര് പോയതിൻ്റെ ദിവസം പിന്നെ ഞാനായി. പിന്നെ എൻ്റെ പിന്നിലും കുറേ ആളുണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ കുറേയൊക്കെ പോയി.
നാട്ടിൽ തന്നെ കൂടി കുറേ ആൾക്കാർ മരിച്ചും പോയിട്ടുണ്ട്. അപ്പം അതിന് മുന്നുള്ളവരും ഉണ്ടാവും ഇതിൻ്റെ ബാക്കിൽ. പിന്നെ അവരിൽ നിന്ന് ഇങ്ങനെ പോന്നാണ് ഞാൻ കൈമാറി വന്നാണ്. ഇല്ല, അതായി തുടങ്ങി. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ ഗല്ലിയുടെ രുചിപ്പെരുമക്ക് സ്വാദു കൂടിയിട്ടേ ഉള്ളൂവെന്ന് ഇവിടത്തെ തിരക്ക് സാക്ഷ്യം പറയും. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അൽഹംദുലില്ലാ ഉഷാറാണ്. മക്കളെ തകർത്ത് റംലാന്റെ പൊളിക്കാണ് നമ്മള്. അറബികളുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക, എല്ലാവരും വരും.